അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ചില തീരുമാനങ്ങളും ചില തന്ത്രങ്ങളും ചില നിലപാടുകളും ഒക്കെ തന്നെ പലപ്പോഴും നടപ്പിലാക്കി കഴിഞ്ഞേ എല്ലാവരും അറിയാറുള്ളൂ. അപ്പോൾ അമിത്ഷാ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും പ്രതിപക്ഷ കക്ഷികളുമായിട്ടോ മാധ്യമങ്ങളുമായിട്ടോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല എന്നൊരു പരാതിയാണ് പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുന്നത്. അതായത് രാജ്യത്തെയും വിവിധ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തി മാധ്യമങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇവിടെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും അത് നടക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ അമിത്ഷാ എന്ന രാഷ്ട്രീയ നേതാവിനെ എല്ലാവർക്കും അറിയാം, പ്രതിപക്ഷാംഗങ്ങൾക്കും അറിയാം, എങ്കിലും വെറുതെ അങ്ങ് പറയുന്നേ ഉള്ളൂ. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയെ തകർക്കുന്ന രാജ്യദ്രോഹികളെ തീർച്ചയായിട്ടും ഇവിടെ ഇല്ലാതെയാക്കും. അതാണ് BJP സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന്. അതിന് ഏതു മാർഗവും സ്വീകരിക്കും, അതിനൊക്കെ എന്ത് മാർഗവും സ്വീകരിക്കും. നിങ്ങളാരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കും. ആ മാർഗം പ്രതിപക്ഷത്തോടും പത്രക്കാരോടും പറയേണ്ട കാര്യം BJPക്കോ കേന്ദ്ര സർക്കാരിനോ ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇവിടെ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തെ ദ്രോഹിക്കുന്നവരാണ്. അന്യ രാജ്യക്കാർ എന്തെങ്കിലും ചെയ്താൽ അവർ രാജ്യദ്രോഹികൾ ആകുന്നില്ല. കാരണം അവരുടെ രാജ്യത്തെ ഇരുന്നുകൊണ്ട് അവരുടെ രാജ്യത്തെ അവർ ദ്രോഹിക്കുന്നില്ലല്ലോ, അന്യരാജ്യത്തെയല്ലേ. നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കുന്നവരാണ് രാജ്യദ്രോഹികൾ. ആ രാജ്യദ്രോഹികളെ ഒതുക്കാൻ, തീവ്രവാദികളെ, മത ഒതുക്കാൻ, ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ, തീവ്രവാദം എന്ന ആശയത്തെ ഇവിടുന്ന് ഇല്ലാതെയാക്കാൻ, ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിപത്തായ തീവ്രവാദത്തെ ഇല്ലാതെയാക്കാൻ ഇവിടെ എന്തു മാർഗവും സ്വീകരിക്കും, സാധ്യമായതെല്ലാം ചെയ്യും. അത് ഒരു എൻകൗണ്ടർ, ഒരു ആക്രമണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അറ്റാക്കിലൂടെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫൈറ്റിലൂടെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിലൂടെയാണെങ്കിൽ, സൈനിക നീക്കത്തിലൂടെയാണെങ്കിൽ, ഏതിലൂടെയാണെങ്കിലും ഇവിടുത്തെ തീവ്രവാദികളെയും രാജ്യദ്രോഹ ശക്തികളെയും ഇല്ലാതെയാക്കും. അത് പ്രതിപക്ഷത്തോടും അല്ലെങ്കിൽ മാധ്യമങ്ങളോടും വിളിച്ചു പറഞ്ഞ് ലൈവ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെ പാടുള്ളൂ, അങ്ങനെ ചെയ്യൂ. അതാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ചെയ്യൂ. പത്രക്കാരെ വിളിച്ചു വരുത്തി വാർത്താ സമ്മേളനം നടത്തിയാണോ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ IBയുടെ അല്ലെങ്കിൽ റോയുടെ ഒക്കെ തന്നെ രഹസ്യ നീക്കങ്ങൾ, ആർമിയുടെയൊക്കെ രഹസ്യ നീക്കങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നത്? ഇത് പറയുന്നതിന് ഒരു ഉളുപ്പില്ലേ? പ്രതിപക്ഷത്തെ വിളിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ ഇന്ന ചെയ്യാൻ പോവുകയാണ്, ഇന്ന രാജ്യദ്രോഹികളുടെ ക്യാമ്പ്, തീവ്രവാദികളുടെ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അവന്മാർ അന്നേരം തന്നെ ഇവന്മാർക്ക് വിവരം കൊടുക്കൂലേ? അന്നേരം അവന്മാരുടെ പാട്ടിന് പോകില്ലേ? എന്തായാലും എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ചെയ്തിരിക്കും എന്നാണ് അമിത്ഷാ പറയുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും.